BJP രാഷ്ട്രീയം സംസ്ഥാനത്ത് കുഴഞ്ഞു മറിഞ്ഞ് കൂഴച്ചക്ക പോലെ ആയിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം അമിത്ഷാജി നാട്ടിൽ വന്നു പോയി. അദ്ദേഹം പറഞ്ഞു 2026 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താമര വിരിയും. എന്ത് മനോഹരമായി നടക്കാത്ത സ്വപ്നമാണെന്ന് ഇപ്പുറത്ത് ഇടതുമുന്നണിയും അപ്പുറത്ത് വലതു മുന്നണിയും പറയുന്നു. എന്താണ് ദേശീയ ജനാധിപത്യ മുന്നണി പറയുന്നു 2026 ഇവിടെ താമര അങ്ങ് വിരിഞ്ഞ് പന്തലിക്കുമെന്ന്. എങ്ങനെ നടക്കും പ്രിയപ്പെട്ട അമിത്ഷാ? എങ്ങനെ ഇത് സാധ്യമാകും? അതുകൂടി അങ്ങൊന്ന് പറയണം. അങ്ങനെയുള്ള നേതാക്കളെ കണ്ടിരുന്നല്ലോ. ഏതെങ്കിലും നേതാക്കൾ ആത്മസംതൃപ്തിയോടുകൂടി ആയിരുന്നു ആ കോർയോഗത്തിൽ പങ്കെടുത്തത്? ഒരിക്കലുമല്ല. അവർ വെളുക്കെ ചിരിച്ചു കാണിച്ചു കാണും. താങ്കളുടെ മുന്നിൽ വെച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് കാണിക്കാൻ പരസ്പരം ആലിംഗനം ചെയ്തു കാണും. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അഗ്നിപർവ്വതമാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഏത് നിമിഷവും പൊട്ടി പുറത്തേക്ക് വരാം. അത് പുറത്തേക്ക് വരുന്നത് ഞാൻ അഗ്നിപർവ്വതം ശുദ്ധമായ അത്രയും തീക്ഷ്ണമായ ലാവാപ്രവാഹം തന്നെയായിരിക്കും. രാജീവ് ചന്ദ്രശേഖരന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് മുഴുവൻ ഒലിപ്പിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള തീക്ഷ്ണമായ ലാവാപ്രവാഹമായിരിക്കും മുരളീധരൻ ഒന്ന് പൊട്ടിത്തെറിച്ചാൽ, കെ സുരേന്ദ്രൻ ഒന്ന് പൊട്ടിത്തെറിച്ചാൽ. അതിനെയൊന്നും തടയിടാൻ ശോഭാ സുരേന്ദ്രനെ ഒപ്പം ചേർത്തത് കൊണ്ടോ MT രമേശിനെ ഒപ്പം ചേർത്തത് കൊണ്ടോ രാജീവ് ചന്ദ്രശേഖരന് കഴിയുകയില്ല എന്നതാണ് പരമാർത്ഥം. കാരണമുണ്ട്. കാരണം അത് വേറൊന്നുമല്ല, ഇതുവരെ വെള്ളം കോരുകയും വളമിടുകയും ചെയ്ത് പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിയാണ് കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രനെയാണ് ഇപ്പോൾ മുറിവേൽപ്പിച്ചു വിട്ടിരിക്കുന്നത്. പാർട്ടിയുടെ പുനഃസംഘടന അല്ലെങ്കിൽ പുതിയ ഭാരവാഹികൾ അത് സംസ്ഥാന പ്രസിഡന്റിനെ ഇഷ്ടാനുസരണം എടുക്കാമെന്നൊക്കെയാണ് ബൈലോ BJPയുടെ. അവിടെ എടുക്കുമ്പോൾ പ്രവർത്തന പാരമ്പര്യമുള്ളവരെ വയ്ക്കണമെന്ന് പലരും അനുശാസിച്ചിരുന്നു. എങ്കിൽ ഷോൺ ജോർജിന് എന്ത് പാരമ്പര്യമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. BJPയുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജിന് എന്ത് പാരമ്പര്യം? അയാൾ വൈസ് പ്രസിഡന്റായി. എന്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്താനാണോ ഇങ്ങനെ? ബിഷപ്പുമാരെ ആലിംഗനം ചെയ്ത് മത സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങി പൂച്ചെണ്ടും ലഡുവും മധുരവും നൽകിയും വോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് വോട്ടൊന്നും കിട്ടിയില്ല. നിലമ്പൂരിൽ വഴിതെറ്റി വന്ന ഒരു 150ഓളം വോട്ട് കൂടുതൽ കിട്ടി. അത് ക്രൈസ്തവരുടേതാണെന്ന് കണക്കാക്കപ്പെടുന്നു. ആ ക്രൈസ്തവ പ്രേമമാണോ മുനമ്പത്ത് കാണിച്ചിട്ട് പരാജയപ്പെട്ടു പോയത്? മുനമ്പത്ത് ഷോൺ ജോർജ് മൈക്കെടുത്ത് പ്രസംഗിച്ചപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ പറഞ്ഞു ഇവന്റെ വായാടിത്ത് നിർത്തണം, ഇവൻ വാചകമടിക്കുന്നത് ശരിയല്ല, ഞങ്ങളെയൊക്കെ മൂലക്കിരുത്തിയിട്ട് ഇവൻ വലിയ ആളാവുകയാണ് എന്ന തരത്തിൽ വിമർശനം ഉയർന്നു വന്നു ന്യൂനപക്ഷ മോർച്ചയിൽ നിന്ന്. ഇതൊക്കെ അമിത്ഷാജി കേട്ടിട്ടുണ്ടാകുമോ? അതോ ഇവരാരും അങ്ങയെ ധരിപ്പിച്ചില്ലേ? അങ്ങനെ ന്യൂനപക്ഷ മോർച്ച അടപടലം പൊട്ടിപ്പാളീസായി നിൽക്കുകയാണ് ഷോൺ ജോർജിനെ മുകളിൽ കൊണ്ടിരുത്തിയപ്പോൾ. അതായത് ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയാണല്ലോ ഷോൺ ജോർജിനെ വൈസ് പ്രസിഡന്റ് ആക്കി വെച്ചിരിക്കുന്നത്. അനൂപ് ജോസഫിനെ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആക്കിയപ്പോഴും ഇത് തന്നെ ആയിരുന്നില്ലേ നിങ്ങളുടെ ഉള്ളിലിരിപ്പ്? പക്ഷേ ന്യൂനപക്ഷ മോർച്ച തമ്മിലടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. കാരണം മുതിർന്ന നേതാക്കൾക്ക് ഇവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ കെ സുരേന്ദ്രന്റെ കൂടെ നിന്ന ആളുകൾ എവിടെ പോയി? അവരൊക്കെ കെ സുരേന്ദ്രൻ ആരെയൊക്കെ ഒഴിവാക്കിയോ അവരെയൊക്കെയും രാജീവ് ചന്ദ്രശേഖർ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നതാണ് വാസ്തവം. രാജീവ് ചന്ദ്രശേഖർ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ ആളുകളിൽ മിക്ക ആളുകളെയും കെ സുരേന്ദ്രൻ മാർക്ക് ചെയ്ത് മാറ്റി നിർത്തിയവരായിരുന്നു. അതിൽ ഒരാളായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ മുമ്പ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം സുരേന്ദ്രൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ശോഭാ സുരേന്ദ്രനെ വെട്ടിമൂലക്കിരുത്തി 2 വർഷം മര്യാദക്കിരുതോളം പറഞ്ഞ വീട്ടിൽ. എന്നിട്ട് വൈസ് പ്രസിഡന്റ് പദവിയാണ് കൊടുത്തത്. വൈസ് പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പ് പദവിയാണ് എന്നാണ് BJPയിൽ പറയപ്പെടുന്നത്. എങ്കിൽ പോലും ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനം കിട്ടി. PK കൃഷ്ണദാസിന്റെ താങ്ങി നടന്നിരുന്ന അല്ലെങ്കിൽ PK കൃഷ്ണ താങ്ങി നിർത്തിയിരുന്ന MT രമേശിനും കിട്ടി ജനറൽ സെക്രട്ടറി പദവി. അതുപോലെ എന്നും ഭാരവാഹികളാണ് BJPയിൽ. 14 ജില്ലയിലെ 30 ജില്ലയായി തിരിച്ചു. 30 ജില്ലകൾക്ക് ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ ഭാരവാഹികൾ. ഈ ഭാരവാഹികൾ കൂടാതെ വികസിത ടീം എന്ന് പറയുന്ന 5 അംഗ സമിതി വേറെ. അതായത് BJPയിൽ അംഗത്വം എടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായും ഏതെങ്കിലും ഭാരവാഹിത്വം ലഭിക്കും എന്ന തരത്തിലായി കോർപ്പറേറ്റ് വ്യവസ്ഥയിലൂടെയുള്ള BJP ഭരണം. ഇതൊക്കെ അമിത്ഷാജി അറിയുന്നുണ്ടോ? അതോ അറിഞ്ഞിട്ട് അറിയില്ല എന്ന് നടിക്കുന്നതാണോ? ഇനി IPS-കാരിയായ ശ്രീലേഖ, അവരെക്കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്? എന്തൊക്കെ മാൽ പ്രാക്ടീസ് ആണ് അവരുടെ ലൈഫ് ഹിസ്റ്ററിയിൽ ഉടനീളമുള്ളത്, അതായത് സർവീസ് രേഖകളിലുള്ളത്? അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ BJPയുടെ പാർട്ടിയിൽ പുതുതായി ചേർന്നിട്ടുള്ള ഭാരവാഹി പട്ടികയിൽ പലരും കടുത്ത അതൃപ്തിയിലാണ്. അതായത് പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുകയും പാർട്ടി വളർത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്ത പലരെയും തഴഞ്ഞുകൊണ്ടാണ് പുതിയ ഭാരവാഹി പട്ടിക ശ്രീ രാജീവ് ചന്ദ്രശേഖർ പുറത്തിറക്കിയിരിക്കുന്നത് എന്നാണ് ആളുകൾ പറയുന്നത്. ഞാൻ മാത്രമല്ല, V മുരളീധരൻ പറയുന്നുണ്ട്, സുരേന്ദ്രൻ പറയുന്നുണ്ട്. അതുപോലെ AN രാധാകൃഷ്ണൻ, മുതിർന്ന നേതാവല്ലേ, അദ്ദേഹത്തിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. കൃഷ്ണകുമാർ അദ്ദേഹത്തെ തരം താഴ്ത്തിയില്ലേ? അതായത് സുരേന്ദ്രന്റെ ആളുകളെല്ലാം തരം താഴ്ത്തി. അപ്പൊ അവർ ചുമ്മാതിരിക്കുമോ? എത്ര കാര്യങ്ങൾ പറഞ്ഞാണ് അവരിങ്ങനെ സർക്കസ് കാണിച്ച് പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത്.
അപ്പോൾ അവരെയൊക്കെ അടപടലം ആക്ഷേപിച്ച് അടിമുടി നാറ്റിച്ച് മൂലക്കിരുത്തിയിട്ട് അവരുടെ ഇഷ്ടങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവർ അഴിമതിക്കാരാണ്, ഫണ്ട് തിരിമറി നടത്തിയവരാണെന്ന രേഖകൾ കേന്ദ്രത്തിൽ കാണിച്ച് കേന്ദ്രത്തിന്റെ ഇഷ്ടക്കാരനായി മാറി രാജീവ് ചന്ദ്രശേഖർ പുതിയ ഭാരവാഹി പട്ടിക അവതരിപ്പിച്ചാൽ, ആ പട്ടികയിലുള്ള ആളുകളൊക്കെ പ്രവർത്തിച്ചാൽ BJP നാടെങ്ങും താമര വിരിയിക്കുമെന്ന് അമിത്ഷാജി സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നത്തിന്റെ കടക്കൽ സുരേന്ദ്രനും മുരളീധരനും കത്തിവെക്കും. അതുകൊണ്ട് ഒരിക്കലും ആ സ്വപ്നം നടപ്പിലാകാൻ പോകുന്നില്ല കേരളത്തിൽ. ഇനി അഥവാ നടപ്പിലായാൽ BJP സർക്കാർ കേരളത്തിൽ വരുമെന്ന് അമിത്ഷാജി പറഞ്ഞത് നടപ്പിലായാൽ 2026 കേരളം കാണാൻ പോകുന്നത് ഒരു മഹത്തായ രാഷ്ട്രീയ മാറ്റമായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല.